പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്തെ വീഴ്ചകളിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നു പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചുകയറി റീത്തുവെച്ചു. സുരക്ഷാ വീഴ്ചയിൽ കന്റോൺമെന്റ് എസ്പിയോട് കമ്മീഷണർ വിശദീകരണം തേടി. പ്രതിഷേധത്തിന് പിന്നാലെ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീടിന് നേരെയും പ്രതിഷേധമുണ്ടായി. പ്രതിഷേധം കണ്ട് ഭയം നോടില്ലെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആലപ്പുഴയിലെ ഉഷ ജോസഫിന്റേതടക്കമുള്ള ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. വീടിന്റെ ഗേറ്റ് അടിച്ചു തകർത്ത് പ്രവർത്തകർ മുന്നോട്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസുകാരെ തള്ളിമാറ്റി പ്രവർത്തകർ വീടിന്റെ മുൻവശത്തെത്തി. പ്രധാന കവാടത്തിൽ റീത്തും വച്ചു. തിരികെ വീടിന് പുറത്തെത്തിയ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി. അതിനുശേഷം പോലീസ് വാഹനം അടക്കം അടിച്ചു തകർത്തു. ഉച്ചയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ സംഘർഷാവസ്ഥ. അധിക സുരക്ഷ വേണ്ടെന്നും പാർട്ടി പ്രവർത്തകർ സുരക്ഷ ഒരുക്കുമെന്നും മന്ത്രി. ഒരു പോലീസ് സേനാവും വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും, അതില് ഒരു പ്രശ്നവുമില്ല. തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിൽ റീത്തുവെച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി CPM-ഉം പോഷക സംഘടനകളും രംഗത്ത്. വീട്ടിൽ കയറി റീത്തുവെച്ചത് അതിരുവിട്ട പ്രതിഷേധമാണെന്നും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുമാണ് CPM-ന്റെയും DYFഐയുടെയും പ്രതികരണം. മന്ത്രിമാരുടെ വീട്ടിൽ കയറിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഗർഭപാത്രം നീക്കം ചെയ്യാനെത്തിയ സ്ത്രീയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിൽ റീത്തുവെച്ചത്. പോലീസിനെ മറികടന്ന് മന്ത്രിയുടെ വീട്ടിൽ കയറി റീത്തുവെച്ച സംഭവം CPIM-നെയും യുവജന സംഘടനയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറി റീത്ത് വെക്കുന്നത് ജനാധിപത്യ രീതിയല്ലെന്നും അതിരുവിട്ട പ്രതിഷേധമാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. വീട് ആക്രമിച്ചും പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തി നടത്തുന്ന സമരങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കോൺഗ്രസിന്റേത് സമരമല്ല, സമരാഭാസമെന്നാണ് ഡിവൈഎഫ്ഐയുടെ വിമർശനം. കേരളത്തിലെ ആരോഗ്യരംഗം ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനും ആരോഗ്യമന്ത്രിയെ ആക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും ആക്രമിക്കാനും ഇറങ്ങി പുറപ്പെട്ടാൽ അതങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് വെച്ചുള്ള പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജും രംഗത്ത് വന്നു. VD സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. മന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചത് അത്യന്തം ഗുരുതരമായ സംഭവമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ മന്ത്രിമാരും. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളിപ്പറഞ്ഞു. ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല സാധാരണ റീത്ത് വയ്ക്കല്. റീത്ത് പയ്യന്നൂരിൽ റീത്ത് വെച്ചതാരാ? ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നാണ്. നിന്നെ ഞങ്ങൾ കൊല്ലും. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി, മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നമ്മുടെ ഒരു സംസ്കാരമല്ല, അത് CPM-ന്റെ സംസ്കാരമാണ്. 24 തിരുവനന്തപുരം. CPIM, DYFI, SFI പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ തിരിച്ചും പ്രതിഷേധമുണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവിന് നേരെ പ്രതിഷേധമുണ്ടായാൽ പ്രതിരോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനെ തടയാം എന്നുള്ള വ്യാമോഹം DYFഐക്ക് വേണ്ടെന്നും അബിൻ വർക്കി പറഞ്ഞു. AKG സെന്ററിന്റെ ഇംഗിതത്തിന് വഴങ്ങി മുഖ്യമന്ത്രിയുടെ കട്ടിൽ താഴിൽ 9.5 കൊല്ലം മുമ്പ് കൊണ്ടുവച്ച ആ വാഴപ്പിണ്ടി നട്ടല് ഇനി നിങ്ങൾ DYFഐക്കാരൊന്ന് പുറത്തെടുക്കണം.
നിങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെയും AKG സെന്ററിൽ നിന്നും കിട്ടുന്ന തീട്ടൂരത്തിനനുസരിച്ചായിരിക്കും സമരം ചെയ്യുന്നത്. ഞങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിക്കണ്ട. ഈ ഉറക്കത്തിനിടയ്ക്ക് പിച്ചും പേയും പറയണതൊക്കെ ഒന്ന് നിർത്തണം. കാരണം 9.5 കൊല്ലമായിട്ട് ഉറക്കത്തിലാണ്. 2 മാസത്തോടെ ഉറക്കമുള്ളൂ. 2 മാസത്തോടെ സുഖമായിട്ട് ഉറങ്ങി, നന്നായിട്ടൊക്കെ ഉറങ്ങിയിട്ട് വേണം 2 മാസം കഴിയുമ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സമരം ചെയ്യാൻ. അപ്പം എനിക്ക് ഈ ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത് ഗുഡ് നൈറ്റ് മാത്രമാണ്. 2 മാസത്തോടെ നന്നായിട്ട് ഉറങ്ങുക. അല്ലാതെ യൂത്ത് കോൺഗ്രസിനെ സമരം പഠിപ്പിക്കാൻ വന്ന് യൂത്ത് കോൺഗ്രസിനെ അങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നൊക്കെയാണ് ഡിവൈഎഫ്ഐക്കാരൻ വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന് വയറ്റിൽ നിന്നും ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. ഉപകരണം ഇന്ന് കോടതിക്ക് കൈമാറും. വയറ്റിൽ ശസ്ത്രക്രിയ കുടുങ്ങിയ ഈ പറഞ്ഞ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. എന്നാൽ നടപടി നേരിട്ട ഡോക്ടർ ജെ ഷാഹിദയ്ക്കും നഴ്സിംഗ് ഓഫീസർ PS ധന്യയ്ക്കുമെതിരെ കേസില്ല. ഇന്ന് ഉച്ചയോടെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തത്. ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. പോലീസിന് കൈമാറിയ കത്രിക കോടതിക്ക് കൈമാറും. നീക്കം ചെയ്ത ഫോർസെപ്സ് നമ്മൾ മാസിൽ ബന്ധിച്ചു കിട്ടി. ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർ ലളിതാംബിക കരുണാകരനെ മാത്രം പ്രതിചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മനുഷ്യജീവനും വ്യക്തിസുരക്ഷിതത്വത്തിനും അപകടകരമാം വിധം പ്രവർത്തിച്ചു എന്നാണ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരായ FIR. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവം നടന്ന 2021 കാലയളവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റായിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും കേസിൽ പ്രതി ചേർത്തില്ല. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയായിരുന്നു അസിസ്റ്റന്റ്. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതിചേർക്കുമെന്നും അമ്പലപ്പുഴ DYSP വ്യക്തമാക്കി. അതിനിടെ ചികിത്സാ പിഴവിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ലും പിഴവുണ്ടായി. 2021 നടന്ന ശസ്ത്രക്രിയയെ 2026 നടന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR-ലെ തെറ്റ് കോടതിയിൽ തിരിച്ചടിയായേക്കും. സാങ്കേതിക പിഴവാണെന്നും തീയതി തിരുത്തണമെന്നും ചൂണ്ടിക്കാണിച്ച് അമ്പലപ്പുഴ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അറിയിച്ചു. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,69,00,000 വോട്ടേഴ്സാണ് പട്ടികയിലുള്ളത്. വോട്ടർ ID, പേര്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പട്ടിക പരിശോധിക്കാം. എന്നാൽ ഒഴിവാക്കിയവരുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചു. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. വോട്ടർ ID, പേര്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ടെങ്കിലും എത്ര പേരെ ഒഴിവാക്കിയെന്നത് പറയുന്നില്ല. കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 13 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേരാണ് പുറത്തായത്. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ പുരുഷന്മാർ 1.31 കോടി, സ്ത്രീകൾ 1.38 കോടി, 277 ട്രാൻസ്ജെൻഡർ, 2.23 ലക്ഷം പ്രവാസി, 4.24 ലക്ഷം പുതിയ വോട്ടർമാരും അന്തിമ പട്ടികയിൽ ഇടം നേടി. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ഹിയറിംഗിന് ശേഷം കരട് പട്ടികയിൽ നിന്ന് 15.11 ലക്ഷം വോട്ടർമാരുടെ വർധനവും ഉണ്ടായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. UDF-ന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള വിഷയങ്ങളിൽ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കും എന്ന് പറയുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. VD സതീശനും KC വേണുഗോപാലും താനുമടങ്ങുന്ന നേതൃനിര നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തന്ത്രി രാജീവ് കണ്ഠരരെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല 24-നോട് മനസ്സു തുറന്നത്. UDF-ന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡായിരിക്കും തീരുമാനിക്കുക. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനാണ് ആദ്യ പരിഗണനയെന്നും ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യം അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്തെങ്കിലും ആരാധനയുണ്ടെന്ന് തോന്നുന്നില്ല. NSSന്റെ നിലപാടുകളിൽ അവ്യക്തതയില്ല. താങ്കൾ മണിച്ചേട്ടാന്ന് വിളിക്കുന്ന G. സുകുമാരൻ നായർ തന്നെ പിണറായി വിജയന്റെ വലിയൊരു കടുത്ത ഫാനായിട്ട് മാറിയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അവരാകെ ആഗോള അയ്യപ്പ സംഗമത്തിലാണ് അവർ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സമദൂരം തന്നെയാണ്.
തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമായിരുന്നുവെന്നാണ് തന്റെ അഭിപ്രായം. ആ വിധിന്യായം പരിശോധിച്ചാൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്ന് ബോധ്യപ്പെടും. 40 ദിവസം എന്തിനാണ് ശബരിമല തന്ത്രിയെ ജയിലിലിട്ടത് എന്നുള്ള മറുപടി പറയേണ്ട കാര്യമാണ്. ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രമേശ് ചെന്നിത്തല തള്ളി. ഇത്തരത്തിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നമ്മുടെ ഒരു സംസ്കാരമല്ല, അത് CPM-ന്റെ സംസ്കാരമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിയുടെ മുമ്പിൽ ചാണ്ടി ഉമ്മന് മാത്രമാണ് MLA ആയിട്ടുള്ളത്. PK ശശി കോൺഗ്രസിൽ വരാൻ താല്പര്യം പറഞ്ഞിട്ടില്ലെന്നും സ്വർണ്ണപ്പാളി കേസിലെ വ്യവസായിയുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക പശ്ചാത്തലമാക്കി രചിച്ച നിയോഗം എന്ന നോവലിന്റെ വിശേഷങ്ങളും രമേശ് ചെന്നിത്തല പങ്കുവച്ചു. ഇപ്പൊ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും എന്റെ പ്രമേയം? അതുപോലെ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും? അതോ രാഷ്ട്രീയ രംഗത്തെ? രാഷ്ട്രീയമല്ല, അല്ല. അമേരിക്ക ഒരു പശ്ചാത്തലവും ഇന്ത്യൻ പശ്ചാത്തലവും പണ്ടേ നിങ്ങൾ എഴുതൂ. അല്ല, മലയാള മനോരമ ബുക്സ് പ്രസിദ്ധീകരിക്കുകയാണ്. അവരുടെ പ്രീ പബ്ലിക്കേഷൻ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇങ്ങനെ ഒരു നോവൽ എഴുതുന്നുള്ളത്. നിയോഗം എന്നാണ് എന്റെ പേര്. നിയോഗം പുറത്തു വരും? ഈ മാസം മാർച്ച് ഫെസ്റ്റിവൽ. ആരുടെ നിയോഗമായിരിക്കും അതിലുള്ളത്? അത് വായിച്ചിട്ട് പറഞ്ഞു. അതിപ്പോ ഞാൻ പറയുന്നില്ല. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സേവനം ലഭ്യമാക്കാൻ CPI ഹൈദരാബാദിൽ നിന്നുള്ള PR സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം പ്രസന്റേഷൻ നടത്തി. കോടികൾ ചെലവാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അവതരണം നടത്തിയതല്ലാതെ PR ഏജൻസിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. സുനിൽ കനകോലുവിന്റെ സേവനം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പാർട്ടി നേതൃത്വം കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്നതിനിടയിലാണ് CPI തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സഹായം തേടുന്നത്. പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളുടെ മുൻകൈയിലാണ് ഏജൻസിയുടെ വരവ്. ഹൈദരാബാദിൽ നിന്നുള്ള PR ടീമിന് പിന്നിൽ പാർട്ടിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ മകനുമുണ്ട്. ഇന്നലെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ നിന്നുള്ള PR ടീം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിൽ പ്രസന്റേഷൻ നടത്തി. ഇടതുമുന്നണി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്ന PR ടീം CPI അപകട മുന്നമ്പിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. 25 സീറ്റിൽ മത്സരിക്കുന്ന CPIക്ക് പരമാവധി 9 സീറ്റുകൾ ലഭിക്കാനേ സാധ്യതയുള്ളൂവെന്നാണ് ഏജൻസിയുടെ പ്രവചനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കും മണ്ഡലങ്ങളിലെ സാമുദായിക ഘടനയും വിശദീകരിച്ചുകൊണ്ടായിരുന്നു PR ടീമിന്റെ പ്രസന്റേഷൻ. കോടികളാണ് ഏജൻസിയുടെ പ്രതിഫലം. ഇത്രയും പണം ചിലവാക്കി കൊണ്ടുവരുന്ന ഏജൻസിയുടെ അവതരണത്തിൽ പാർട്ടി സഖാക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളും സൈബറിടത്ത് ലഭ്യമാകുന്നതുമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നേതാക്കളുടെ വിമർശനം. വൻതുക ചെലവിട്ട് PR ഏജൻസിയെ കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ വലിയ മുറുമുറുപ്പുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട്, ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആരോടും ഉടമ്പടിയൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് PR ഏജൻസിയുടെ സഹായം തേടുന്നത് CPIയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. 24 വിവരം പുറത്തുവിട്ടതോടെ CPIയുടെ താഴെത്തട്ടിലും എതിർപ്പുയരുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. മഹിളാ കോൺഗ്രസ് നേതാവ് R. രശ്മി BJP ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ R. രശ്മി മത്സരിക്കുമെന്ന് അംഗത്വം നൽകിയതിനു ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിനിടെ NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ ചിത്രങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാത്രം ഉൾപ്പെടുത്തിയതിൽ ദേശീയ ജനറൽ സെക്രട്ടറി അതൃപ്തി അറിയിച്ചു. മഹിളാ കോൺഗ്രസ് നേതാവും കൊട്ടാരക്കര മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന R. രശ്മിയെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. രശ്മിജിയെ പാർട്ടിയിൽ സ്വാഗതം ചെയ്യുന്നു. രശ്മി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. കോൺഗ്രസിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് R. രശ്മി. ഐഷ പോറ്റി വന്നതല്ല കാരണം. NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ ചിത്രങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാത്രം ഉൾപ്പെടുത്തിയതിൽ നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. ചുമതലക്കാരെ വിളിച്ചുവരുത്തി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ അതൃപ്തി അറിയിച്ചു. NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചുമതലയുള്ള BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന, IT സെൽ കൺവീനർ അഭിജിത്ത്, ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമൾ എന്നിവർക്കാണ് വിമർശനം. പിന്നാലെ NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മുഴുവൻ നേതാക്കളുടെയും ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർച്ച് 4-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന് മീഡിയ നോട്ടീസ് അയച്ചു. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ BJPയും കോൺഗ്രസും ഇന്ന് രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED നടത്തിയ റെയ്ഡിൽ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. EDയുടേത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്നായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് തന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ED എത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2019-2025 കാലയളവിലുള്ള തന്ത്രിയുടെ സ്വത്ത് സമ്പാദനവും പരിശോധിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനോട് അടുത്തയാഴ്ച ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത്.
തന്ത്രിയുടെ അറസ്റ്റിനെതിരെ BJPയും കോൺഗ്രസും രംഗത്തെത്തി. അറസ്റ്റിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. CPMനെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. ജനങ്ങളെ പറ്റിക്കാനായിരുന്നു തന്ത്രിയുടെ അറസ്റ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 4.5 കിലോ സ്വർണം നമ്മളെ പുണ്യ ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്തു എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടും നടക്കുന്നത് ഒരു നാടകമാണ്. എല്ലാവർക്കും ബെയിൽ കിട്ടുന്നു, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ തന്ത്രിനെ ജയിലയക്കുന്നു, കോർട്ട് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയെ സമീപിച്ചു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പങ്കജ് ഭണ്ഡാരി ഹർജിയിൽ പറയുന്നു. 24 കൊച്ചി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. ജില്ലാ മെഡിക്കൽ ഓഫീസർ 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേർന്നു. റിനു, എന്താണ് സ്വാഭാവിക സങ്കീർണതകളെ എന്തോ ആക്കി മാറ്റി ചികിത്സാ പിഴവായി മുദ്രകുത്തി എന്നൊക്കെയാണല്ലോ ഡോക്ടർമാരുടെ സംഘടന ഡോക്ടർ ബിന്ദു സുന്ദറിനെ പിന്തുണ അറിയിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാണോ എന്നത് വിശദമായി പരിശോധിക്കുമോ റിനു? തീർച്ചയായും അങ്ങനെയൊക്കെ പറയുമ്പോഴും അന്വേഷണം വിദഗ്ധ സമിതിയുടേത് തുടരുകയാണ് ഹാഷ്മി. എന്തായാലും ഇപ്പോൾ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ കൂടി വന്നിരിക്കുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ അന്വേഷിക്കുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ കുട്ടി മരിച്ച ദിവസം തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സെയ്ദലി കായ്പാടിയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനെ അന്ന് തന്നെ സമീപിച്ചിരുന്നത്. ഇത് കൃത്യമായി അന്വേഷിക്കണം, കാരണം 1-2 പരാതികളല്ല ഈ ഡോക്ടർക്കെതിരെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശോധിക്കണമെന്നായിരുന്നു ഈ പരാതിയിൽ പറയുന്നത്. തുടർന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. അന്വേഷിച്ച് 1 മാസത്തിനകം ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. നിലവിൽ വിദഗ്ധ സംഘത്തിന്റെ 3 അംഗ വിദഗ്ധ സംഘത്തിന്റെ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. നാളെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊച്ചി കലൂരിൽ മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ ക്രെയിൻ എത്തിച്ചിട്ടും പുറത്തെത്തിക്കാനായില്ല. JLN സ്റ്റേഡിയം സ്റ്റേഷനിലെ പില്ലറിലാണ് സുഭാഷ് എന്ന പൂച്ച ദിവസങ്ങളായി അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. രാത്രി 11 മണിക്ക് മെട്രോ സർവീസുകൾ അവസാനിപ്പിച്ച ശേഷം രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിക്കും. ഏകദേശം ഒരാഴ്ചയിലധികമായി സ്റ്റേഡിയം മെട്രോ പില്ലറിൽ കുടുങ്ങിക്കിടക്കുകയാണ് നാട്ടുകാർ ഓമന പേരിട്ട് വിളിക്കുന്ന സുഭാഷ് എന്ന പൂച്ച. രാവിലെ ആനിമൽ റെസ്ക്യൂ ടീം ക്രെയിൻ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പൂച്ചയെ കണ്ടെത്താനായില്ല. പിന്നീട് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മെട്രോയിലെ വൈദ്യുതി ബന്ധം നിർത്തിവെച്ചെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. അവശനിലയിലുള്ള പൂച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ രക്ഷാദൌത്യം വീണ്ടും തുടങ്ങി. ക്രെയിൻ ഉപയോഗിച്ച് പില്ലറിൽ കയറിയ ഫയർഫോഴ്സ് സംഘം പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ആളുകളെ കണ്ടാൽ ഭയന്ന് പൂച്ചയോടുന്നതിനാൽ സമയം കൂടുതൽ വേണമെന്നും രാത്രി 11 മണിക്ക് ശേഷം വീണ്ടും രക്ഷാപ്രവർത്തനം നടത്തുമെന്നും ഫയർഫോഴ്സ് അറിയിച്ചു. ആ പൂച്ച ആരോഗ്യപരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. പൂച്ച കയറാൻ ഒരു കൂടും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് 11 മണിക്ക് രാത്രി ഇപ്പൊ മെട്രോ ഓഫ് ചെയ്യുമ്പോൾ ഫുൾ പവർ സപ്ലൈ ഓഫ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ റെസ്ക്യൂ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപ് പലതവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മൃഗങ്ങൾ മെട്രോയ്ക്കുള്ളിൽ കയറുന്നത് തടയാൻ സംവിധാനമൊരുക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. 24 കൊച്ചി. ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ക്രൈസ്തവ സഭകൾ. പ്രതിഷേധം ആസൂത്രണം ചെയ്യാൻ KCBC മദ്യവിരുദ്ധ സമിതി ഓർത്തഡോക്സ് സഭാധ്യക്ഷുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റു മതങ്ങളെയും പ്രതിഷേധത്തിന്റെ ഭാഗമാക്കുമെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞു. അതിനിടെ സർക്കാർ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉൽപ്പാദനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് സഭകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് തൽക്കാലം സഭകൾ കടക്കില്ല. KCBC മദ്യവിരുദ്ധ സമിതി കത്തോലിക്ക ബാവയുമായി നടത്തിയ ചർച്ചയിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് തീരുമാനം. കൂടാതെ സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകാനും തീരുമാനിച്ചു. മദ്യപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്, അതിനു വേണ്ടുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തുടനീളം എല്ലാ സഭകളും എല്ലാ സമുദായങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. മറ്റു മതത്തിലുള്ളവരെയും ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തമാക്കണമെന്ന് കത്തോലിക്ക ബാവയും വ്യക്തമാക്കി. കോട്ടയത്തെ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. മാത്രമല്ല
നടക്കുന്നത്. എല്ലാ മതങ്ങളും ഇതിനെ ഒരുമിച്ച് ഈ നയത്തിനെതിരായി ശബ്ദമുയർത്തേണ്ടത് ആവശ്യമാണ്. ഇതിനിടെ സർക്കാരിന്റെ പുതിയ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉത്പാദനം ആരംഭിച്ചു. പാലക്കാട് മേനോൻപാറയിലുള്ള ഡിസ്റ്റിലറിയിലാണ് ഉത്പാദനം തുടങ്ങിയത്. മന്ത്രി എം പി രാജേഷ് ഉത്പാദനം ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ പാർട്ടികളും ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. തീരുവ റദ്ദാക്കിയ US സുപ്രീംകോടതി വിധി വിശദമായി പരിശോധിക്കാൻ ഇന്ത്യ. വിധിക്ക് പിന്നാലെ US പ്രഖ്യാപിച്ച നടപടികളിൽ മേലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% നിന്നും 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. യുഎസുമായുള്ള വ്യാപാര കരാറിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് ട്രംപിന്റെ പകരം തീരുവ റദ്ദാക്കിയ US സുപ്രീംകോടതി വിധി. US സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിധിയും യുഎസുമായുള്ള വ്യാപാര കരാറും തമ്മിലുള്ള നിയമപരമായ വശങ്ങളും ഇന്ത്യ പരിശോധിക്കും. ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവയുമായി ബന്ധപ്പെട്ട തുടർ സാധ്യതകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നീങ്ങാനാണ് ഇന്ത്യയുടെ ശ്രമം. എല്ലാ രാഷ്ട്രങ്ങൾക്കുമേൽ നിലവിലുള്ള സാധാരണ തീരുവയ്ക്ക് പുറമെ 10% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയ്ക്കുമേലുള്ള 18% തീരുവ 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതോടെ തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ദർപ്പൺ ജെയിനിന്റെ നേതൃത്വത്തിൽ യുഎസിലേക്ക് മറ്റന്നാൾ പുറപ്പെടുന്ന ഇന്ത്യൻ സംഘം നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ ഇന്ത്യയിലെത്തും. കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായാണ് ജാമിസണിന്റെ സന്ദർശനം. 24 ഡൽഹി. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഉച്ചകോടിയിലെ പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഡൽഹിയിലെ പ്രതിഷേധമെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സിൽവയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ബ്രസീലും ഒറ്റക്കെട്ടം ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ബ്രസീൽ വ്യാപാരം $20 ബില്യൺ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ വിവാദ പുസ്തകം ശബരിമല സമരവും സുവർണാവസര വിധിയും പ്രകാശനം ചെയ്തു. യുവതികൾ ശബരിമലയിലേക്ക് എത്തുകയാണെങ്കിൽ നട അടച്ചിടാൻ തന്ത്രിയോട് ശ്രീധരൻപിള്ള പറഞ്ഞതായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡ് അല്പസമയത്തിനകം പാകിസ്ഥാനെ നേരിടും. 2020 ലോകകപ്പിൽ ഇനി സൂപ്പർ പോരാട്ടങ്ങൾ. 4 ഗ്രൂപ്പുകളിൽ നിന്ന് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തവരെ സീഡിംഗിന്റെ അടിസ്ഥാനത്തിൽ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. 1ാം ഗ്രൂപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ. 2ാം ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളും. ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കായിരിക്കും സെമി ബർത്ത്. ഗ്രൂപ്പ് 2ലെ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരത്തോടെയാണ് സൂപ്പർ 8 പോരാട്ടങ്ങളുടെ തുടക്കം. ഗ്രൂപ്പ് എയിൽ നിന്ന് 4ൽ 3 മത്സരങ്ങളും ജയിച്ചായിരുന്നു പാകിസ്ഥാന്റെ സൂപ്പർ 8ലേക്കുള്ള മാർച്ചിങ്. തോറ്റത് ഇന്ത്യയോട് മാത്രം. എന്നാൽ അവസാന മത്സരത്തിൽ നമീബിയെ 102 റൺസിന് തകർത്ത കിരീട പോരാട്ടത്തിലേക്ക് തിരിച്ചെത്തി മുൻ ചാമ്പ്യന്മാർ. സാഹിബ് സാദ ഫർഹാന്റെ ബാറ്റിംഗും എതിരാളികളെ വട്ടം കറക്കുന്ന സ്പിന്നറയിലുമാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ. ആശങ്ക സൂപ്പർ താരങ്ങളായ ബാബർ അസമിന്റെയും ഷഹീൻ ഷാഫ്രീദിയുടെയും ഫോമിലും. കഴിഞ്ഞ കളിയിൽ പുറത്തിരുത്തിയ ഷഹീനെ ന്യൂസിലാൻഡിനെപ്പോൾ ഒരു കരുത്തുറ്റ ടീമിനെതിരെ കളിപ്പിക്കുമോ എന്നതിൽ വലിയ ആകാംക്ഷ. ടിം സിഫേർട്ട്, ഫിനലൻ, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ തുടങ്ങി കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് കിവീസിന്റേത്. ക്യാപ്റ്റൻ മിച്ചൽ സന്നർ നയിക്കുന്ന ബൌളിംഗ് നിരയും മികച്ചത്. ലോകകപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങളിൽ പാകിസ്ഥാനാണ് മുൻതൂക്കം. 7ൽ 5 മത്സരങ്ങളിൽ ജയം. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.